ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാരേജിന് താഴത്തുള്ളതെല്ലാം കൂടി അയച്ചിട്ട് ആ കാണുന്ന കോർണറിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളെ ബസ്സിൻ്റെയൊക്കെ നമ്മൾ ചെറിയൊരു കോൺട്രാക്റ്റ് എടുത്താണ്. അപ്പോൾ ഇത് ഇന്ന് ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് നമ്മൾ അയച്ചിട്ട് കുറച്ചായിട്ട് കേട്ടോ, ഇന്നും നാളൊക്കെ ആയിട്ട് നമ്മൾ ആ ഭാഗത്തായിട്ട് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നേരെ ഫുള്ളായിട്ട് ഓരോന്നോരോന്ന് അയച്ചെടുക്കണം. ഇത് മുമ്പ് ഞാൻ തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഫിറ്റ് ചെയ്ത് കേട്ടോ. അപ്പം ഇത് ഫുള്ള് ഇതൊക്കെ മാറ്റിയിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അയച്ചെടുക്കാം. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ ടൂൾസ് ബോക്സ് കേട്ടോ. ഇതിന് നോക്കിയപ്പോൾ എല്ലാം എല്ലെങ്കിൽ ടൈപ്പാണ് വരുന്നത്. സ്പാൻഡർ വെച്ച് ഉപയോഗിക്കേണ്ടതായിട്ടൊന്നുമില്ല, ഫുള്ള് അല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ട് അയച്ചെടുക്കാം. നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, കാരണം വെള്ളം അടിച്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ തുരുമ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഒന്ന് അയച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് നമുക്ക് അയച്ചെടുക്കാം. ബോൾട്ടൊക്കെ അയച്ചെടുക്കുമ്പോൾ തന്നെ പൊട്ടിയിട്ടൊക്കെ പോരുന്നുണ്ട്. ഫുള്ള് വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൊട്ടിയാണ് കേട്ടോ പോരുന്നത്. അങ്ങനെ നമ്മൾ ഒരുവിധം കഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ബേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഇത് ഫുള്ള് പൊടി വാറിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് പൊടി വെള്ളം അതും കൂടി നിന്നിട്ട് നല്ല രീതിയിലേക്ക് ചളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ നല്ല ക്ലിയർ ആക്കിയിട്ട് ഇടണം. അവിടെ അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗമൊക്കെ ഫുള്ളായിട്ട് ക്ലിയർ ആക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു ഫൈസലിൻ്റെ ബുദ്ധിയാണ്. സാധാരണ 1-2 അങ്ങനെ ആദ്യം കൊണ്ടുപോയി വയ്ക്കിയപ്പോൾ ഒരുപാട് ടൈം നടക്കണം. ഫൈസലാണ് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി വയ്ക്കില്ല. അപ്പോൾ 2 ഇതുപോലത്തെ സൈക്കിളുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഒരു 6-7 പീസൊക്കെ സൈക്കിളിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടോ, 2 സൈക്കിൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 അതുപോലെ ലോഡാക്കിയിട്ട് ഒന്ന് ഞാനും എടുത്തിട്ട് അങ്ങനെ നമ്മൾ ആദ്യം ഇത് കൊണ്ടുപോയിട്ട് വിരിക്കണം. അതിന് ശേഷമായിട്ട് നമുക്ക് ഫുള്ള് ഫിറ്റിങ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സിമ്പിളൊരു പരിപാടിയാണേനും സൈക്കിളിൻ്റെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ നല്ല രീതിക്ക് തന്നെ ക്ഷീണിച്ച് ഒരുവിധം ഷീറ്റൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഈ ബേസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഇബ്രാഹിംക്കും അതുപോലെ തന്നെ നമ്മളെ ഇസ്മായിലിനെയും വിളിച്ചാണ്. അപ്പോൾ 4 തലക്കെ പിടിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിനൊന്ന് ചെരിച്ചിട്ട് വേണം നമുക്കത് എടുത്തിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ വിളിച്ചാണ് കേട്ടോ. നമുക്ക് പിന്നെ അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ അയക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. പിന്നെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഇത് മാത്രമായിട്ട് നമ്മൾ അയച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് നേരെ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഡേ നമുക്ക് അവിടെ ഫിറ്റിങ്സ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഗായ്സ്, അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ ഇത്രത്തോളം ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ടിട്ട് എല്ലാം ഒന്ന് ടൈറ്റ് ആക്കണം. അപ്പോൾ ഇതിന് മുകളിലായിട്ടൊരു ടോപ്പും കൂടി വരാണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാരേജിന് ഉള്ളിൽ വെക്കുന്ന ടൈപ്പിൽ നമ്മൾ തയ്ച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഇതിൻ്റെ സ്പെയർ നെറ്റ് ബോൾട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ചെയ്യുന്നു. മറ്റേതൊക്കെ പോയാലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഫിറ്റിങ്സിന് സുഖമായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഓരോന്നോരോന്നായിട്ട് ഇനി ഫിറ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ അവസാനത്തെ ലുക്കും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം.
അങ്ങനെ ഗായ്സ് അങ്ങനെ നമ്മളെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് നല്ല ആവശ്യമായിട്ട് ഇവിടെ കളിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു മുകളിൽ ഇപ്പോൾ ആകാശമാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഇനി അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്യാരേജിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് ഒന്നും കൂടി കാണാൻ ഭംഗിയായത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ നിൽക്കും. ബൈ ബൈ.